ചിറ്റിപ്പാറ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. 2 പാറകളാണ്, കണ്ടാൽ ഒട്ടകം പോലെയൊക്കെ തോന്നും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ പോവാം. ചിറ്റിപ്പാറ അമ്പലത്തിന് തൊട്ട് താഴെ വരെ കോൺക്രീറ്റ് ഉണ്ട്. ഇവിടെ മറ്റേ ബൈക്കുകളൊക്കെ വരും. അയ്യോ, ഇതാണ് ചിറ്റിപ്പാറ അമ്പലം. അയ്യോ എൻ്റെ അമ്മച്ചി. നമ്മൾ ചിറ്റിപ്പാറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം താമസിച്ചു പോയി. അല്ലെങ്കിൽ നേരത്തെ വന്ന് വല്ലതൊക്കെ കാണാമായിരുന്നു. മനസ്സിനും കൂടെ രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ്. എന്നാരെയും പിടിച്ചോണ്ട് പോണേ. അമ്മച്ചി ഇനിയും പോവാണ്ട് കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും കയറി വന്നപ്പോൾ ദേവലോകം കണ്ടല്ലെങ്കിൽ സ്വർഗം കണ്ടിട്ടുണ്ട്. എൻ്റെ പുറകിൽ നല്ല സീനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരില്ല. എൻ്റെ അമ്മച്ചി, നമ്മൾ വന്ന വഴി ചുറ്റിപ്പാറയാണത്. ആനയുടെ സ്ഥിതി ചെയ്യുന്നു. ആനടന്ന് ഇതിലെ പോകുന്ന റൂട്ടിൽ കിട്ടും. തിരുവനന്തപുരത്തിൻ്റെ മീശപ്പുലിമല എന്നാണ് പറയുന്നത്. ഇവിടെ വരാൻ ഏറ്റവും മുകളിൽ കയറിയിട്ട് സൈഡ് സീൻ കണ്ടാൽ മതി. അതുവരെ എല്ലാവർക്കും റെസ്റ്റ്. ഈശ്വരാ, സൈക്ലിങ്ങിനായിട്ട് വന്നതാണ്. അടപ്പ് പറഞ്ഞു പോയി. അൺഫോർച്ചുനേറ്റ്ലി. ഈശ്വര, ഇത്രയും കഷ്ടപ്പാടൊന്നും വരില്ലായിരുന്നു. നമ്മളെവിടെ സൈക്കിളൊക്കെ ചവിട്ടി വന്നിട്ടാണ്. ഇന്ന് ആരുമില്ല എവിടെയെന്ന്. ഇന്നാലൊന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഏറ്റവും ഹൈറ്റില് ഈ പറയുന്ന ഇതിൻ്റെ പേര് അപ്പക്കുട്ടന്. ഒന്നുകൂടി പ്രാന്തപ്രദേശം. ഈശ്വര, മനുഷ്യൻ ഫ്ലാറ്റായിരിക്കുകയാണ്. എനിക്ക് ദൂരെ കിടക്കണമെന്നുണ്ടെന്ന് തോന്നുന്നത്. സൂര്യൻ ഇങ്ങനെ മന്ദം ഉദിച്ചു വരുന്ന വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അതിനെല്ലാം തട്ടിമറിച്ചുകൊണ്ട് എൻ്റെ സ്ക്രീനിലേക്ക് കയറി കടന്നു വന്നിരിക്കുകയാണ്. ഇതിന് നമുക്ക് ലൂസിൽ നിന്ന് അങ്ങനെ വിളിക്കാം. എന്തായാലും അത് വേറൊരു ഭംഗിയായി. മലയാള മണ്ഡലം ഞങ്ങൾക്ക് മുമ്പേ കയറി വന്നിട്ട് പുല്ല് പോലും ഒരായാസം ഇല്ലാതിരിക്കുകയായിരുന്നു. മലയ്ക്ക് മുകളിൽ വെച്ച് ഞങ്ങളോടൊപ്പം കൂടിയ ലൂസി കുട്ടി ഞങ്ങളോടൊപ്പം തന്നെ മലയിറങ്ങുകയാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ വരാനും പോകാനുള്ള വഴികളെന്ന് പറയുന്നത് അമ്പലത്തിൽ തൊട്ട് താഴെ വരെ കോൺക്രീറ്റ് റോഡുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാറപ്പുറമാണ്. അത് എല്ലാവരും അപ്പന നോക്കി കണ്ടും കയറിയാൽ കൊള്ളാം. മണിച്ചൻ്റെ ഒരു വലിയ സാഹസം വീഴാറായ പാറയെ മണിച്ചൻ താങ്ങി നിർത്തി താഴെയുള്ള ആൾക്കാരെല്ലാം രക്ഷിക്കുകയാണ്.
നല്ല നൈസായിട്ടുള്ള പാറ. നമ്മൾ നേരത്തെ മുകളിൽ വെച്ച് കണ്ടായിരുന്ന ലൂസി പട്ടിക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.